ഞാനവിടെ പോയി സിംഗ് സാഹിബിൻ്റെ അടുത്ത് ഒരു കഥയൊക്കെ പറഞ്ഞു, കഥയൊക്കെ ഇഷ്ടപ്പെട്ടു. അവസാനം റെമ്യൂണറേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾക്ക് തരാൻ പറ്റുക എന്ന് ചോദിച്ചു. മമ്മൂക്കയുടെ ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ ഹെഡിങ് നടൻ അഹങ്കാരമോ. മമ്മൂക്കയുടെ അധികം ചോദിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. നാനയിലെ വാർത്ത എന്താണെന്നല്ല. അതിനകത്ത് ഒഴിവുണ്ടാണോ പറഞ്ഞേക്കുന്നത്? 40 വർഷം മുമ്പുള്ള നാനയിലെങ്കിലും നല്ലത് കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നെ വെച്ച് അഭിനയിപ്പിക്കാൻ വേണ്ടി ഒരു ക്യാമറ നിൽക്കുമ്പോൾ എന്തായിരിക്കും ഇവരുടെ ഒരു ഇതെനിക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു, ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും നമ്മളിവർ ഡീൽ ചെയ്യാന്നുള്ളത്. അമ്മിണിക്കുട്ടി ശ്രീനിവാസന്റെ കോൺട്രിബ്യൂഷനാണ്. അമ്മിണിക്കുട്ടി, KP അമ്മിണിക്കുട്ടി എന്നുള്ള പേരും എൻ്റെ കഥയിലെ നായികയുടെ പേര് വേറെ ആയിരുന്നു. അതിൽ രസകരമായിട്ടുള്ള ഒരു കാര്യം പറയാം. ഇതിൽ മുകേഷിന് കൊടുത്തിരിക്കുന്ന പേര് ദിലീപ് കുമാർ എന്നാണ്, ശ്രീനിവാസിന് കൊടുത്തിരിക്കുന്ന പേര് ദേവാനന്ദ് എന്നാണ്. ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 2 ഹീറോസിന്റെ പേരാണ് ഇതിൽ അവരുടെ കഥാപാത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. അവർക്ക് വലിയ നടന്മാരുടെ പേരുകളാണ് കൊടുത്തത്. പക്ഷെ എൻ്റെ കഥാപാത്രത്തിന് ശ്രീനി തന്ന പേര് എനിക്ക് ഇന്ന് ഇഷ്ടമാണ്, വാസു. മലയാളത്തിന്റെ മണമുള്ള പേരാണ്. ഹിന്ദി നടന്മാരെ പിന്നിൽ പോയിട്ടില്ല. ഞാൻ സൈക്കിൾ ഷോപ്പുകാരൻ വാസുവാണ്. അതിൽ അമ്മിണിക്കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം മാത്രമല്ല, ധാരാസിംഗ്, എൻ്റെ കഥയിൽ ധാരാസിംഗ് ഇല്ലായിരുന്നു, ശ്രീനിവാസന്റെ കോൺട്രിബ്യൂഷനാണ്. അത് ധാരാസിംഗിനെ പോലുള്ള ഒരാളെ കീഴ്പ്പെടുത്തിയാൽ മാത്രമേ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്നാക്കിയാൽ അത് കൂടുതൽ ഗ്രിപ്പിംഗ് ആവുന്ന ശ്രീനിവാസൻ. അപ്പം നമ്മളെല്ലാവരും സിബിയൊക്കെ പറഞ്ഞു, എവിടുന്ന് ധാരാസിംഗിനെ കിട്ടും? അത് വേറെ കാര്യമുണ്ട്. ഈ ധാരാസിംഗ് ഞാൻ കേട്ടുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ സിനിമേനെ ഇങ്ങനെ കാണിക്കുവാണല്ലോ, മാനിപ്പുലേറ്റ് ചെയ്യുവാണല്ലോ. അതിൽ സിനിമയാണെന്ന് അറിഞ്ഞിട്ട് പോലും ധാരാസിംഗ് അത് ഇടിയിൽ ഞാൻ തോക്കുവാണെങ്കിൽ ഞാൻ തോക്കാൻ റെഡിയല്ല എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അതുള്ള അല്ലല്ല, ആ കഥ അത് അങ്ങനെ അല്ല, തോക്കാൻ റെഡിയല്ല നമ്മുടെ കഥയില്. അതെ, അപ്പൊ ഡയലോഗ് കറക്റ്റ് ചെയ്യേണ്ടി വന്നു. സത്യമുള്ളതാണ് ഗുസ്തി എന്ന് പറഞ്ഞു. ഇതില് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഏറ്റവും ഇതിൽ ഒരു മുത്താരംകുന്നിനെ കുറിച്ച് മാത്രം ഒരു ദിവസം ഫുൾ പറയാനുണ്ട്. ഇതിൽ ധാരാസിംഗിന്റെ ക്യാരക്ടർ കൊണ്ടുവന്നു, എങ്ങനെ ധാരാസിംഗുമായിട്ട് ബന്ധപ്പെടും. അപ്പൊ എനിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാവുന്നുള്ളതുകൊണ്ട് ഫോൺ ചെയ്യിച്ചു. അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. ഫോൺ ചെയ്ത് ധാരാസിംഗിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയോട് സംസാരിച്ച് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ആയിട്ട് പറഞ്ഞ് സിംഗ് സാബുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. അപ്പൊ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ സമ്മതിച്ചു. വന്ന് കണ്ടോളൂ, കഥ പറഞ്ഞോളൂ എന്ന് സമ്മതിച്ചു. അടുത്ത ചോദ്യം, ആര് പോവും? ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞു, സിബി ഫുള്ളി ബിസിയാണ്, ശ്രീനിവാസൻ സീൻസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പക്ക ഓൺലൈൻ ഉണ്ട്. അപ്പൊ ആര് പോവും? അപ്പൊ പറഞ്ഞു ശ്രീനിവാസൻ, നീ തന്നെ പോണം. ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല, എനിക്ക് ഫ്ലൈറ്റ് ഞാൻ എന്താണെന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ തനിച്ചോ? അന്ന് ഒരു ഷൂസ്ട്രിങ് ബഡ്ജറ്റിൽ പടം എടുക്കുകയാണ്. കാരണം ഇത്ര ബഡ്ജറ്റ് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിബി അതിൽ തീർത്തു കൊടുക്കാന്ന് പറഞ്ഞു. ആ വാക്ക് പാലിക്കുകയും ചെയ്തു. കാരണം ഇതിനകത്ത് ആ പടത്തിന് ഇത്രയും ഒരു അംഗീകാരം കിട്ടുമ്പോൾ പോലും ഒരു കാര്യം മനസ്സിലാക്കണം, അത് വളരെ ലിമിറ്റഡ് ബഡ്ജറ്റിൽ ഇത്ര നിശ്ചിത ദിവസത്തിനുള്ളിൽ തീർത്ത പടമാണ്. ക്യാമറാമാൻ കുമാറിനെയും സിബിയെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം അതിൻ്റെ ഒരു ഭംഗി ഒട്ടും ചോരാത്ത രീതിയിൽ തന്നെ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ധാരാസിംഗിനെ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് അങ്ങ് പോയി അവിടെ ചെന്ന് സിംഗ് സാബിനെ കണ്ടു. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞത്, അദ്ദേഹം അന്ന് പഞ്ചാബി സിനിമകൾ സംവിധാനം ചെയ്യുന്നുണ്ട്. പഞ്ചാബി സിനിമയിൽ വളരെ ബിസിയാണ്. ഹിന്ദി സിനിമയിൽ മർദ് പോലുള്ള സിനിമകളിലൊക്കെ ഗംഭീര വേഷം ചെയ്ത ആളാണ്. അപ്പം ഇവിടുന്ന് പറഞ്ഞു, 2 ലക്ഷം രൂപ വരെയാണെങ്കിൽ ജഗദീഷ് കമ്മിറ്റ് ചെയ്തിട്ട് വരണം. അപ്പോൾ ഇവിടുന്നുള്ളവർ ഇവരൊക്കെ പലരും പറയും 10 ലക്ഷം ചോദിക്കും, 15 ലക്ഷം ചോദിക്കും. ഞാനവിടെ പോയി സിംഗ് സാഹിബിൻ്റെ അടുത്ത് ഒരു കഥയൊക്കെ പറഞ്ഞു, കഥയൊക്കെ ഇഷ്ടപ്പെട്ടു. അവസാനം റെമ്യൂണറേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾക്ക് തരാൻ പറ്റുക എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇത് റെമ്യൂണറേഷനായിട്ട് കണക്കാക്കരുത്. മലയാള സിനിമ എന്ന് പറഞ്ഞാൽ പഞ്ചാബി സിനിമയുടെയും വളരെ താഴെയാണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നമ്മൾ നല്ല സിനിമകൾ എടുക്കുന്ന ആൾക്കാരാണ്. സാറ് വേറൊന്നും വിചാരിക്കരുത്, റെമ്യൂണറേഷൻ എന്ന് വിചാരിക്കരുത്. സാർ എന്നെ ഒന്നും ചെയ്യരുത് 10 പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സാർ 25,000 റുപ്പീസ് തരാം. നിങ്ങൾ വിശ്വസിക്കില്ല, 25,000 ഞാൻ ബുക്ക് ചെയ്തിട്ട് വരുന്നത്. ശ്രീനിവാസൻ സിബി ഞെട്ടി, 25,000 ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ പറഞ്ഞു, നിങ്ങൾ അതൊന്നും അറിയരുത്. അദ്ദേഹം അതിന് സമ്മതിച്ചു. അത് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ്. എൻ്റെ വാചകത്തിൻ്റെ മെഡിക്കനേക്കാളും അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സായിട്ടാണ് ഞാൻ കാണുന്നത്. നല്ല സിനിമയ്ക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ ഒരുപാട് പ്രിപ്പറേഷൻസ്. നമ്മൾ ധാരാസിംഗിന് വേണ്ടി എത്ര കോഴി അറേഞ്ച് ചെയ്യണം, എത്ര മുട്ട അറേഞ്ച് ചെയ്യണം, എത്ര പാൽ അറേഞ്ച് ചെയ്യണം. സാധാരണ മനുഷ്യർ കഴിക്കുന്ന ഒരു ഫുഡിനേക്കാളും അല്പം വേറെ രീതിയിലുള്ള ഡയറ്റ് എന്നുള്ളത് കഴിഞ്ഞ് വേറെ ഒന്നും വേണ്ട, വേറെ ഒരു കണ്ടീഷൻസും ഇല്ല. നമ്മുടെ കൂടെ നമ്മളിൽ ഒരാളായി തന്നെ അവിടെ ഷൂട്ട് ചെയ്ത് ഏറ്റവും സ്നേഹത്തോടെയാണ് പിരിഞ്ഞത്. അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത് ഭാസി സാറിൻ്റെ സഹോദരനായ ചന്ദ്രാജി.
സാറാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അതാണ് മുത്താരം കുഞ്ഞിയുടെ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട്. ഒരുപാട് ഈ ദിലീപ് കുമാറിൻ്റെയും ദേവാനന്ദിൻ്റെയും ഈ അന്നത്തെ പ്രേമത്തിനൊരു പുതുമ കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രീനിവാസൻ. എങ്ങനെ പുതുമ കൊണ്ടുവരാൻ കഴിയും? ഈ നായകന്റെ പ്രേമത്തിനൊരു പുതുമ വേണം, എങ്കിലേ വർക്കാവൂ എന്ന് പറഞ്ഞിട്ട് അതാണ് ഈ ഒരു മമ്മൂട്ടി ഫാനാക്കി, അമ്മിണിക്കുട്ടിയെ മമ്മൂട്ടി ഫാനാക്കി. എന്നിട്ട് അമ്മിണിക്കുട്ടി കത്ത് എഴുതുമ്പോൾ ആ കത്ത് പൊട്ടിച്ച് വായിച്ച്, ഓ അത് ശരി, അപ്പൊ അതിന് മറുപടി മുകേഷ് തന്നെ എഴുതുന്നു, ഈ ദിലീപ് കുമാർ തന്നെ എഴുതി, അതും മമ്മൂക്കയുടെ ശബ്ദത്തിൽ തന്നെ നമ്മൾ കേൾപ്പിച്ചു. അപ്പോൾ അങ്ങനെ അമ്മിണിക്കുട്ടി കേട്ടിട്ട് വീണ്ടും ഈ പോസ്റ്റ് മാസ്റ്ററെ കാണാൻ പോകുന്നു. അങ്ങനെയാണ് ആ കഥ കൂടുതൽ വികസിച്ചത്. അല്ല, ഇതിൽ നാന കാണിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതില് ഈ രവിയുടെ യൗവനം ശ്രീജിത്ത് രവി തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിലൊരു നാന ഇങ്ങനെ തിരിച്ച് കാണിക്കുന്നതിൻ്റെ അകത്ത് മമ്മൂക്കയുടെ ഫോട്ടോ വെച്ചിട്ട് അതിന്റെ ഹെഡിങ് നടൻ അഹങ്കാരമോ. നമുക്കവിടെ അധികം ചോദിച്ചിട്ടില്ലെന്ന് തോന്നുന്നു നാനയിലെ വാർത്ത എന്താണെന്നല്ല. ഓ, അതിനകത്ത് ഒഴിവുണ്ടാണോ പറഞ്ഞേക്കുന്നത്? 40 വർഷം മുമ്പുള്ള നാനയിലെങ്കിലും നല്ലത് കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് നിനക്ക് എവിടുന്നാ ജോഫിനെ അത് കിട്ടിയത്? നടൻ അഹങ്കാരമോ? അല്ല, അത് പറയുന്നൊരു ആ ഒരു അന്നത്തെ കാലത്ത് ആ പത്ര സ്വഭാവവും മൊത്തത്തിലുള്ള ഒരു സംഭവം വെച്ച് അങ്ങനെ ചെയ്തേ ഉള്ളൂ. അതിനൊരു ഗോസിപ്പിന്റെ പ്രധാനം, ഗോസിപ്പിന്റെ പ്രധാനം. ഇപ്പൊ ഓൺലൈനിൽ നിങ്ങൾ ഇടാറുണ്ടല്ലോ മറ്റേ ചില. ഇവനാരെങ്കിലും പറഞ്ഞു കൊടുക്കണോ? ഇവന് ഈ അടുത്ത കാലം വരെ അതായിരുന്നില്ല ജോലി. ആസിഫ് അലി നമുക്ക് എല്ലാവർക്കും അറിയാം. ആസിഫ് അലിയുടെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഒരിക്കലും താഴോട്ട് പോയിട്ടില്ല. ആസിഫ് അലിയുടെ ഇപ്പോൾ ആസിഫ് അലിയുടെ ഒരു പടം എന്ന് പറയുമ്പോൾ ആസിഫ് അലിയുടെ സെലക്ഷനെ കുറിച്ച് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ എന്തെങ്കിലും ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ആയിരിക്കും പ്രേക്ഷകർ വരിക. ഇനി അടുത്ത ചിത്രം ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രമാണ്. അതിലും ഭാഗ്യവശാൽ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ ജനറേറ്ററിൻ്റെ പുക കേട്ടിട്ട് അല്ലെങ്കിൽ ശബ്ദം കേട്ടിട്ട് എഴുതുക എന്ന് പറയുന്നത് കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ട് നമ്മൾ തമാശയായിട്ട് പറയുന്നതാണ്. അത് ലോഹിയെക്കുറിച്ചും പറയാറുണ്ട്, ശ്രീനിയെക്കുറിച്ചും പറയാറുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും മിക്കവാറും സിനിമകൾ ഷൂട്ടിൻ്റെ പാരലായിട്ട് തന്നെയാണ് എഴുതിക്കൊണ്ട് പോകാറുള്ളത്. പക്ഷേ കഥയുടെ ഒരു ധാരണയുള്ളതുകൊണ്ട്, ഒരു വൺ ലൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാം ഇന്ന ഓരോ സീനിൻ്റെയും കണ്ടന്റ് നമുക്കറിയാം. പക്ഷേ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് കിട്ടുന്ന അവസാന നിമിഷത്തിലായിരിക്കും. പക്ഷേ അതങ്ങ് ചെയ്ത് ഞങ്ങൾക്കൊക്കെ ശീലമായിപ്പോയി. ആ ഒരു പ്രഷറിൽ നിന്നുകൊണ്ടാണ് എല്ലാ സിനിമകളും അക്കാലത്ത് ചെയ്തു വന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ ഭരതം ചെയ്തതും അങ്ങനെ തന്നെയാണ്. വല്ലാത്ത കഥയേ ഇല്ല, പാട്ടുകളൊക്കെ അപ്പം വരിക, അങ്ങനെയും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ ആദ്യത്തെ സിനിമയെന്നും കൂടെ ആലോചിക്കണം. ഞാനങ്ങനെ 7 പടങ്ങളിൽ അസോസിയേറ്റും അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്ത ശേഷം ആദ്യ സിനിമ വരുമ്പോൾ തന്നെ മുഴുവൻ സ്ക്രിപ്റ്റില്ലാതെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ്. പക്ഷേ നമുക്ക് ഒരു ഗുണമുള്ളത്, നമുക്ക് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അവൈലബിളാണ്, എല്ലാവരും ലൊക്കേഷനിലുണ്ട്. അപ്പം ഏത് സീൻ എപ്പോഴും എടുക്കണമെന്ന് വെച്ചാലും നമുക്ക് ആൾക്കാരുണ്ട്, ആർട്ടിസ്റ്റ് കൂടെയുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. 7 സിനിമകളാണെങ്കിലും അതിനകത്ത് വലിയ രീതിയിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ടാണ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തതൊക്കെ. അപ്പം ഇത്തരം പ്രഷറുകളൊക്കെ നേരിട്ട് തന്നെയാണ് അവിടേക്ക് എത്തുന്നത്. കമലിനും അതുപോലെ തന്നെ എനിക്ക് വേറെ എന്താ വെച്ചാൽ ഇപ്പോൾ സിബി പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ്. ശ്രീനിവാസനായിട്ട് ചെയ്ത പടങ്ങളൊക്കെ തന്നെ ഒരു പടത്തിന് ഒരു ഫുൾ സ്ക്രിപ്റ്റ് നേരത്തെ എഴുതിയിട്ടില്ല. എല്ലാം ഡയലോഗ്സ് ലൊക്കേഷനിൽ നിന്നിട്ട് എഴുതിയിട്ടുള്ളത്. അതിലേറ്റവും എന്ന് വെച്ചാൽ ഒരു പ്രത്യേകത തോന്നിയെന്ന് വെച്ചാൽ ഡിസ്കഷൻ ഏകദേശം കുറേ നാളുണ്ടാവും. ഒരു 5-10 മാസമൊക്കെ ഇരുന്ന് ഞങ്ങൾ കഥ ഉണ്ടാക്കി സ്ക്രീൻ പ്ലേ ഉണ്ടാക്കിയിട്ട് ഏകദേശം സ്ക്രീൻ പ്ലേ കറക്റ്റായിരിക്കും. വൺ ലൈൻ പറയില്ല നമ്മൾ, വൺ ലൈൻ പക്കയായിരിക്കും. ഈ വൺ ലൈൻ വെച്ചിട്ടാണ് ലൊക്കേഷൻ കാണാൻ പോകുന്നതും സോങ് കമ്പോസ് ചെയ്യുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും വൺ ലൈൻ വെച്ചിട്ടായിരിക്കും. സ്ക്രിപ്റ്റ് ഒരു സീൻ പോലും എഴുതിയിട്ടുണ്ടാവില്ല. പക്ഷേ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ശ്രീനിയെ സംബന്ധിച്ചോളം ശ്രീനി ആ കാര്യത്തിൽ ഭയങ്കര ഓർമ്മയും കാര്യങ്ങളാണ്. അന്ന് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ മറന്നത് പോലും ശ്രീനി ചിലപ്പോൾ ഓർമ്മിക്കാറുണ്ട്. നമ്മൾ അന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്ക്രിപ്റ്റിൽ വരും, ഡയലോഗ്സിലെല്ലാം വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊരു കോൺഫിഡൻസ് ശ്രീനിയോട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് തകർത്ത ഒരു സിനിമയുണ്ട്. കാരണം ചമ്പക്കുളം തച്ചനാണ്. ചമ്പക്കുളം തച്ചനിൽ ഇതേപോലെ വൺ ലൈൻ ഉണ്ടായിരുന്നു. ലൊക്കേഷൻ ഇതായി സോങ് ഒക്കെ ഇത് ഷൂട്ടിങ്ങിന് ലൊക്കേഷനിൽ ആർട്ടിസ്റ്റ് അടക്കം എത്തി. ശ്രീനിവാസൻ വേറൊരു പടത്തിൽ ഷൂട്ടിംഗ് പുള്ളി ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന പടം, അവിടെ ഹെൽഡപ്പായിട്ട് പുള്ളിക്ക് വരാൻ പറ്റില്ല. ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസം രാവിലെ ഒരു ഉച്ചയായപ്പോഴാണ് പുള്ളി എത്തിയത്. നല്ല പനിയായിട്ട് വരണത്. അത് കിടന്നുറങ്ങി. എന്നിട്ട് രാത്രി എന്നോട് ചോദിക്കുക ശ്രീനി നമ്മുടെ പടത്തിൻ്റെ കഥ എന്താണെന്ന്. പിറ്റേന്ന് രാവിലെ ഷൂട്ടിംഗ് തുടങ്ങുന്ന പടമാണ്. അതിൽ മധുസാർ, കെ.ആർ. വിജയ, രംഭ, അന്ന് രംഭയല്ല അമൃതാന്നാണ് പേര്, അവരടക്കം വന്നിരിക്കുകയാണ് പിറ്റേന്ന് കാലത്ത് എടുക്കേണ്ട സീനിന്. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ശ്രീനിയുടെ കഥയാണെന്ന് ആലോചിക്കുന്നത്. കഥ എന്താണെന്ന് എന്നോട് ചോദിക്കുക. ആ ശ്രീനിവാസൻ അന്ന് രാത്രി ഞങ്ങൾ ഇരുന്നിട്ട് ഫുൾ വൺ ലൈൻ വായിക്കുകയാണ്.
1 ലൈൻ എൻ്റെ കയ്യിൽ കോപ്പി ഉണ്ട്, ശ്രീനിയുടെ പെട്ടിയിൽ ഇരിക്കേണ്ട കോപ്പി. ഞാൻ ആ കോപ്പി വെച്ചിട്ട് 1 ലൈൻ ഫുൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീനി പറഞ്ഞ സംഭവങ്ങൾ കംപ്ലീറ്റ് ഉണ്ടല്ലോ, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു എന്നുള്ളതാണ്. ആ കാര്യത്തിൽ സംഭവിക്കും. നെക്സ്റ്റ് ടൈം ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങിയെന്നുള്ളതാണ്. ആദ്യത്തെ ദിവസം സോങ്ങിൻ്റെ കുറച്ച് ഷോർട്സ് എടുത്തു. ഇപ്പോൾ സിബിക്കറിയാം, സിബിയും പല പടങ്ങളും അങ്ങനെയായിരിക്കും, സോങ് ആയിരിക്കും ആദ്യം ഷൂട്ട് ചെയ്യാം. കാരണം ലോഹിയുടെ സ്ക്രിപ്റ്റ് വരണം, സ്ക്രിപ്റ്റില്ലാത്തതുകൊണ്ട് സോങ് ആയിരിക്കും മിക്കവാറും ശ്രീനിവാസിൻ്റെയും ലോഹിദാസിൻ്റെ പടങ്ങളുടെ ഷൂട്ടിങ്ങിൽ ഞങ്ങളൊക്കെ ആദ്യം തുടങ്ങുക. 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ട്രാക്കിലായി എന്നുള്ളതാണ്. പിന്നെ ഒരു ദിവസം പോലും എനിക്ക് സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട്, സീനിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളത്. ഒന്നുകിൽ രാവിലെ റൂമിൽ നിന്ന് സീന് വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കാറിൽ പോകുമ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ടാവും, അതിൽ സീൻ ഉണ്ടാവും ഷൂട്ട് ചെയ്യേണ്ട അന്നത്തെ ദിവസം. അല്ലെങ്കിൽ അന്ന് ലാൽ ജോസും ലീവ് കണ്ടസ്റ്റൻസാണ്, ഇവരയക്കും. ഞാൻ ഹോട്ടലിലേക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ സീന് കൊണ്ടുവരും. ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ജഗദീഷിനും പറയാനുള്ള അതേ ഇത് തന്നെ ഇതിനോട് ചേർത്ത് വയ്ക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ശ്രീനിവാസൻ ഒരു ലോക സിനിമയിൽ തന്നെ ഒരു അത്ഭുതമാണ്. അതിന് കാരണം, അതായത് ഇവർ പറഞ്ഞത് കറക്റ്റാണ്. 1 ലൈൻ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ, ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ, അതിൽ ഇത്ര പേജിൽ ഫുൾ സ്കാപ്പ് പേപ്പറിലായിരിക്കും എഴുതി വയ്ക്കുക. അതിൽ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ദിവസവും ഡിസ്കസ് ചെയ്യുന്ന മാർജിനിൽ പോയിന്റുകളെല്ലാം ഇങ്ങനെ കുറിച്ച് വയ്ക്കും. അത്ഭുതം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ എടുക്കുന്നത് 98 സീനുകളുണ്ടെങ്കിൽ 97ാമത്തെ സീൻ വേണമെങ്കിൽ എഴുതി കൊടുക്കും. ഇത് വേറെ ഒരു റൈറ്ററെ കൊണ്ടും പറ്റില്ല. കാരണം കഥ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുക, ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യാന്ന് ഒരു 5 സീൻ എഴുതി കഴിഞ്ഞാൽ അത് പിടി കിട്ടും. ഇത് ഫസ്റ്റ് ഡേ 97ാമത്തെ സീൻ എഴുതി കൊടുക്കാൻ ശ്രീനിവാസിന് കഴിയും. അതേ അവസരത്തിൽ അത്ഭുതത്തോടെ സിബി നോക്കി. ഇപ്പോൾ സിബി ഓർക്കുന്നുണ്ടാവും, ഹിസൈനസ് അബ്ദുള്ളയുടെ ക്ലൈമാക്സ് എന്തെന്ന് സിബിക്ക് അറിയില്ല, ലോഹിയുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങളെല്ലാം ആർട്ടിസ്റ്റ് എന്നല്ലേ, ഇത് ക്ലൈമാക്സ് എന്താണ് എനിക്കും അറിയില്ല. പിന്നല്ലേ അപ്പൊ ലോഹി അങ്ങനെയാണ്, ഒരു സീൻ എഴുതാതെ അടുത്ത സീൻ ലോഹിക്ക് എഴുതാൻ പറ്റില്ല. ലോഹിക്ക് സീൻ നമ്പർ 2 എഴുതി കൊടുത്തിട്ട് പിന്നെ സീൻ നമ്പർ 61 എഴുതി കൊടുക്കാൻ പറ്റില്ല. 2, 3, 4 അങ്ങനെ എഴുതിയിട്ട് ലോഹിക്ക് ഫുള്ളായിട്ട് നാടകം എഴുതും പോലെ ഫുള്ളായിട്ട് അതിൽ എഴുതുന്നതനുസരിച്ച് 5 കഴിഞ്ഞിട്ട് 6 ചിലപ്പോൾ പറയുന്ന രീതിയിലായിരിക്കില്ല, വേറെ രീതിയിൽ പോകും. 7 വേറെ രീതിയിൽ പോകും, 8 വേറെ രീതിയിൽ പോകും. ശ്രീനിയെ സംബന്ധിച്ചിടത്തോളം അത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയാനില്ല, രണ്ടുപേരും പ്രതിഭകളാണ്. അല്ല, ലോഹിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ചില പെടല് ഞാൻ പെട്ടിട്ടുണ്ട്. അതെ, ഞാൻ ചെങ്കോലിൽ ഷൂട്ട് ചെയ്യുമ്പം അന്നത്തെ ദിവസം ഷൂട്ട് ചെയ്യാൻ ഒരു 22 കിലോമീറ്റർ ദൂരെയാണ് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന്. അവിടെ ഞാൻ ഷൂട്ടിങ്ങിന് ഇറങ്ങാൻ നേരത്തെ ഞാൻ പറഞ്ഞു, ലോഹി ഇന്ന് എടുക്കുന്നത് ജോണിയും മോഹൻലാലും ജോണിയൊക്കെ ആയിട്ടുള്ള സീനാണ്. അപ്പോൾ ആ തലേദിവസം പറഞ്ഞു, ജോണി എഴുതി തന്നു. ഞാനും ഷൂട്ടിങ്ങിനായിട്ട് രാവിലെ കുളിച്ച് റെഡിയായി പോകാൻ നേരത്ത് അടുത്ത മുറിയിൽ നിന്ന് ലോഹി എഴുതിയ സീനും മേടിച്ചുകൊണ്ട് പോകും. ഞാൻ ആ സീൻ വായിച്ചിട്ടില്ല. ഞാൻ അവിടുന്ന് ക്യാമറമാൻ വേണുവിൻ്റെ വീട് വരെ പോകുന്നതിനിടയ്ക്കാണ് ഞാൻ ഈ സീൻ വായിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഈ സുരഭി എന്ന് പറയുന്ന കിരിക്കാടൻ ജോസിൻ്റെ മകള് 485 രൂപ കൊണ്ട് ജോണിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ലാൽ അവിടെ വരുമ്പോൾ ജോണി പറയും, ആ കുട്ടി വന്നൊരു 485 രൂപ തന്നിട്ടുണ്ടെന്ന് പറയും. ഈ 485 രൂപയുടെ കണക്ക് എനിക്കറിയില്ല, കാരണം അതിന് മുമ്പത്തെ സീനൊന്നും എടുത്തിട്ടില്ല. ഞാൻ വേണുവിൻ്റെ വീടിൻ്റെ അടുത്തൊരു ബൂത്ത് ചെയ്തിട്ട് ലോഹി എന്താണ് ഈ 485 രൂപ? ഞാൻ ലാലിൻ്റെ സീൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ലാലിൻ്റെ അടുത്ത് വെച്ചാൽ എനിക്ക് ഉത്തരവില്ലല്ലോ. അപ്പോൾ ലോഹി പറഞ്ഞു, ഇതിനു മുമ്പ് ഈ പെൺകുട്ടിയുടെ STD ബൂത്തിൽ ഈ ലാൽ ഫോൺ ചെയ്തിട്ട് 500 രൂപ കൊടുത്തു. അപ്പോൾ ബാക്കി ഇല്ലാത്തത് കൊണ്ട് അത് കയ്യിൽ വെച്ചു വന്നു. അവരെ സഹായിക്കാൻ വേണ്ടി പരോക്ഷമായിട്ട് ചെയ്തതാണ്. പക്ഷെ അവർക്ക് അഭിമാനം കൊണ്ട് ആ പൈസ കൊണ്ട് ഇവിടെ തിരിച്ചു കൊടുക്കുന്ന ഇങ്ങനത്തെ പെടല് മൊബൈൽ ഫോണും ഇല്ല ആ കാലത്ത്. അതെ അതെ, പല സിനിമയ്ക്കും ക്ലൈമാക്സ് പിന്നീട് ലാസ്റ്റില് എല്ലാവരും അറിയുള്ളൂ. അല്ല, അന്നത്തെ സിനിമയുടെ മൊത്തം രീതികൾ അങ്ങനെയായിരുന്നു. പക്ഷെ അത് ഒരു മിറാക്കിളായിരുന്നു. ആ പടങ്ങളൊക്കെ വലിയ വലിയ ഹിറ്റായിട്ടുണ്ട്. പലതും 10-20 ദിവസം കൊണ്ടൊക്കെ തീരുന്നല്ലേ. പിന്നെ അതാണ് 20 ദിവസം 25 ദിവസത്തെ ഒരു പടം തീരുമല്ലേ. ഈ കാതോട് കാതോരൊക്കെ എത്ര ദിവസം ഷൂട്ട് ചെയ്ത് കാണും? അതിലൊരു 40 ദിവസം ഉണ്ടായിരിക്കും അല്ലേ. 2 ഷെഡ്യൂളൊക്കെ സ്ക്രിപ്റ്റിന്റെ പ്രശ്നമാണ് അല്ലേ. അത് കുറച്ച് സ്ക്രിപ്റ്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിലും സ്ക്രിപ്റ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. കൊടൈക്കനാലിൽ ഒരു 15-20 ദിവസത്തെ ഷെഡ്യൂൾ ആദ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നമ്മൾ പിന്നെ അതിരമ്പള്ളി ചാലക്കുടി ഷൂട്ട് ചെയ്തത്. ചാലക്കുടിയിൽ ഏകദേശം അത്ര ദിവസം ഉണ്ടായിട്ടുള്ളൂ, 15 ദിവസം ഉണ്ടായിട്ടുള്ളൂ. 15 ദിവസം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കുറച്ച് പാച്ച് വർക്കുകൾ, സോങ്ങിൻ്റെ കുറച്ച് പാച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവുമായിരിക്കും. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് ജോൺ പോളും ഭരതേട്ടനും കൂടിയും ആദ്യം ഒരു ഡിസ്കഷനിൽ ഇരുന്ന് വിജയകുമാരൻ ഓർമ്മ ഉണ്ടാവുമായിരിക്കും. വേറൊരു കഥയായിരുന്നു.
വേറെ കഥ കുറേ ദിവസങ്ങൾ കുറേ മുന്നോട്ടുണ്ടായി. അത് ഔസേപ്പച്ചനായിട്ട് ഇരുന്ന് പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം പരതേട്ടൻ പറഞ്ഞത് അത് വർക്കാവില്ല, നമുക്ക് കഥ മാറ്റാം എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ചെറിയൊരു ഐഡിയയാണ് അങ്കിള് പറഞ്ഞതാണ്. അത് ഡെവലപ്പ് ചെയ്യണം. ഡെവലപ്പ് ചെയ്തപ്പോഴേക്കും മമ്മൂക്കാട് ഡേറ്റായി, സരിതയാണ് വലിയ നായികയാണ്, അവരുടെയൊക്കെ ഡേറ്റും ആയി. ഇത് ഷൂട്ടിംഗ് തുടങ്ങുകയും വേണം. പിന്നെ കമ്പോസിംഗ് ഒക്കെ തന്നെ അങ്ങനെയാണ് നടക്കുന്നത്. അത് ഔസേപ്പച്ചൻ്റെ ആദ്യത്തെ പടമാണെന്ന് ആലോചിക്കണം. ആ പാട്ടുകളൊക്കെ തന്നെ ഭരതേട്ടൻ്റെ ഇൻവോൾവ്മെൻറ്റും വളരെയധികം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. പിന്നെ ഇതൊക്കെ ഒരു കോൺഫിഡൻസ് ആണ്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയകൃഷ്ണനും സിബിക്കൊക്കെ കൂടുതൽ പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഡയറക്ടറും തിരക്കഥാകൃത്തും തമ്മിലുള്ള ഒരു ബോണ്ടിങ് കറക്റ്റാണെങ്കിൽ ആ ഒരു കോൺഫിഡൻസിൽ എടുക്കാന്നുള്ളതാണ്. ഇപ്പം നിർമ്മാതാവും അവരെ കോൺഫിഡൻസിൽ എടുക്കും. ഇത് ജോൺ പോളും ഭരതനുമാണ്, അവർ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അവർ മമ്മൂട്ടിക്കുണ്ടത്. ആർട്ടിസ്റ്റിന് അന്ന് ആ പ്രശ്നമില്ല. ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇതേപോലെ കഥ പറഞ്ഞ് സ്ക്രിപ്റ്റ് വായിക്കണ പ്രശ്നങ്ങളൊന്നും അന്നില്ല. കാരണം വെച്ചാൽ ഇവരെ വിശ്വാസത്തിലെടുക്കുകയാണ്. ഈ ഡയറക്ടറേയും ഇപ്പം ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെയാണ്. ഡയറക്ടറേയും തിരക്കഥാകൃത്തിനെ വിശ്വാസത്തിലെടുക്കുന്ന ഒരു കാലത്തിലായി കൂടെയാണ് സിനിമ കടന്നു പോയത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ന് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്, ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചോളം അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ കാര്യത്തിൽ പെർട്ടിക്കുലറായിട്ട് കഥ നേരത്തെ കേൾക്കണം, തിരക്കഥ ആദ്യം വായിക്കണം എന്നൊക്കെ പറയുന്നത്. പക്ഷെ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളൊരു വ്യത്യാസം. വിശ്വാസം എന്നതിനപ്പുറം അതിര് കവിഞ്ഞ വിശ്വാസത്തിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഭരതം. പ്ലാൻ ചെയ്യുന്ന കഥ എന്ന് പറയുന്നത് അത് ഒരു പൈങ്കിളി കഥ എന്ന ബാലേന്ദ്ര മേനോൻ സാറിന്റെ കഥയായിട്ട് വളരെയധികം സാമ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ ദിവസം മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യുന്നു. ഭരതം എന്ന കഥ പ്ലാൻ ചെയ്തിട്ട് പിറ്റേ ദിവസം സിബി ഷൂട്ട് ചെയ്യാണ്. അതിന് 7 Arts വിജയകുമാർ ഡിസ്ട്രിബ്യൂട്ടറാണ്, മോഹൻലാൽ പ്രൊഡ്യൂസറാണ്, ലോഹിദാസ് റൈറ്റർ, സിബി ഡയറക്ടർ. അപ്പോൾ ഇവരുടെ എല്ലാം പരസ്പര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ പോലും സാധാരണ നമ്മൾ സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ പാട്ട് ഷൂട്ട് ചെയ്യാം. ഇത് പാട്ടുണ്ടോന്ന് അറിയത്തില്ലല്ലോ. പാട്ട് പോലും ഇല്ലാതെ എനിക്ക് തോന്നുന്നു ഓൾറെഡി 2 സോങ് നമ്മൾ റെക്കോർഡ് ചെയ്തു വേറെ കഥയ്ക്ക് മറ്റേ കഥയ്ക്ക്. അപ്പോ ഇത് പുതിയ കഥ ഏതാണെന്നറിയില്ല. എങ്ങനെ അല്ല 3 ദിവസത്തെ ഗ്യാപ്പ് ആയിരുന്നു. അപ്പോ അതിന്റെ പൂജ കഴിഞ്ഞിട്ടാണ് ഞാൻ ലാലിനെയും വിജയകുമാറിനെയും എൻ്റെ മുറിയിൽ മോഹനുണ്ട് 3 പേരെയും എൻ്റെ മുറിയിൽ വിളിച്ച് കഥ കുറ്റിട്ടിട്ടാണ് പറയുന്നത് ഇതാണ് ഒരു സംഭവം, കഥ മാറാൻ പോവാണ്. രാവിലെ പൂജ കഴിഞ്ഞു. പിന്നെ അപ്പോൾ സിബി തന്നെ പറഞ്ഞു, ലോഹി നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് പറഞ്ഞ് ഒരു 3 days ബ്രേക്ക് നമ്മൾ എടുക്കുന്നു. കാരണം ഹോൾ യൂണിറ്റ്, ഹോൾ ആർട്ടിസ്റ്റ് എല്ലാം അസംബിൾ ചെയ്ത് പൂജയും കഴിഞ്ഞു, ഷൂട്ടിങ് തുടങ്ങാൻ പോകല്ലേ. അപ്പോൾ എല്ലാവരും ഒരു 3 days വെയിറ്റിങ്ങിലായാൽ നമ്മുടെ ഒരു ഡിസിഷൻ എടുക്കുക. അപ്പോഴങ്ങനെ സിബി പറഞ്ഞു ഞങ്ങൾക്കൊരു ഉച്ചയ്ക്ക് പോകാം. പിന്നെ ഒരു അതിനൊരു ഞാൻ 4 മണിക്കൂറാണ് ചോദിച്ചത്. അല്ല നമുക്ക് പറ്റുമോ ഇല്ലയോ എന്ന് ആലോചിക്കാൻ 3 days ടൈം എടുത്തേക്കോ. നിങ്ങൾ പോയില്ലേ ആലുവയ്ക്ക്? നിങ്ങൾ രണ്ടും കൂടെ ആലുവയില്ല? ഇല്ല അന്ന് സംഭവിച്ചു. അന്ന് പത്മനാഭ സാർ മരിച്ചു. ആ ദിവസമാണ് പത്മനാഭ സാർ മരിച്ചത്. അങ്ങനെ 2 ദിവസം നമ്മൾ ഡിലേ ചെയ്ത് ആരും അറിഞ്ഞില്ല. നമ്മൾ എല്ലാവരും അതിന്റെ പുറകെ. നമ്മൾ 4 ദിവസം കഴിഞ്ഞ് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാ ഞാൻ. അതെ ലാലപ്പ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷെ പത്മനാഭ സാർ മരിച്ചോണ്ട് പിന്നെ ലാല് പോയില്ല. ഒരുപാട് കഥകളും പ്രചരിച്ചിട്ടുണ്ട് കേട്ടോ. അക്കരെ 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 എന്ന് പറഞ്ഞ പടത്തിന്റെ സ്ക്രിപ്റ്റ് മുഴുവൻ മോഷണം പോയി, കളവ് പോയി. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമല്ല. പ്രൊഡ്യൂസറാണ് ഇരിക്കുന്നത്. സ്ക്രിപ്റ്റ് ബോക്സ്, അതെ സ്ക്രിപ്റ്റ് പിന്നെ ലഗേജ് എത്താൻ വൈകി. ടോട്ടലി പോയോ? പക്ഷെ കത്തുകളുടെ കുറിച്ച് പറയുമ്പോൾ മമ്മൂക്ക ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ പ്രത്യേക ഒരു ബന്ധമുണ്ട്, ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. മമ്മൂക്കയ്ക്ക് വേണ്ടി ശ്രീനിവാസൻ ഡബ് ചെയ്ത ഒരു സിനിമ വരെ ഉണ്ട് ഇല്ലേ? മമ്മൂക്കയ്ക്ക് വേണ്ടി ശ്രീനിവാസൻ ഡബ് ചെയ്ത ഒരു സിനിമ വരെ ഉണ്ട്. അത് മമ്മൂക്കയുടെ തിരക്ക് കാരണം അന്ന് അങ്ങനെ എങ്ങനെയാണ് സമ്മതിച്ചതെന്ന് അറിയില്ല. അതെന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ മമ്മൂക്കയ്ക്ക് വേണ്ടി ശ്രീനിവാസൻ ഡബ് ചെയ്തൊരു സിനിമ വരെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവർ തമ്മിൽ അത്ര ബന്ധമുണ്ട്. അപ്പോൾ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ താമസിക്കുമ്പോൾ ശ്രീനിവാസൻ സ്ഥിരം സന്ദർശകനും അങ്ങനെ ആയിരിക്കണം ഈ കത്തുകളൊക്കെ കണ്ടിട്ടുണ്ടാവുക. ഈ ഡിജിറ്റൽ അല്ലാത്തതുകൊണ്ട് തന്നെ ഇവരൊക്കെ പ്രൊഡ്യൂസറൊക്കെ ആദ്യം പറയുന്നത് ഇത്ര റോള് ഫിലിമുള്ളൂ കേട്ടോ, അതിൽ പണം തീർക്കണം എന്നുള്ള ഇതുണ്ട്. ഫിലിമിന് ഭയങ്കര വിലയാണ്, കിട്ടാനും ഒക്കെ പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോഴും കോൺഷ്യസ് ആണ്. പിന്നെ അന്ന് മോണിറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ടേക്ക് ഓക്കെ ആകാനായിട്ട് ഡയറക്ടർ മാത്രം തീരുമാനിച്ചാൽ മതി. ഡയറക്ടർ പറയാണ് ടേക്ക് എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റിനും ഓക്കെയാണ്, ക്യാമറാമാനും ഓക്കെയാണ്. പിന്നെ ക്യാമറാമാൻ മാത്രം വല്ല ലൈറ്റിൻ്റെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയുമ്പോൾ റീടേക്ക് എന്നല്ലാതെ ഡയറക്ടറെ വിശ്വാസത്തിൽ, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഡയറക്ടറെ വിശ്വാസത്തിൽ എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റിൽ വന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ടുള്ള ഡിസ്കഷൻ എന്നുള്ള പരിപാടിയില്ല. ഇപ്പം ഞങ്ങൾ സീനില്ലെങ്കിൽ പോലും രാവിലെ 7 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 മണിക്ക് ഷോട്ട് എടുത്തിരിക്കും, ആർട്ടിസ്റ്റും വന്നിരിക്കും.
ഇതിപ്പോൾ കുറ്റമായിട്ട് പറയില്ല, ആർട്ടിസ്റ്റ് വന്നിരിക്കും. അപ്പോൾ ഒരു ദിവസം എത്ര മണിക്കൂർ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം അനാവശ്യമായിട്ട് സീൻ എടുക്കുന്നില്ല, അനാവശ്യമായിട്ട് ഷോട്ട് എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇന്ന് എടുക്കുന്ന മാതിരി ഇത്രയും പെർഫെക്റ്റായിട്ട് ജനങ്ങൾ നോക്കി കാണുന്നില്ല. ഇപ്പം ഇന്ന് ഇവർക്കുള്ള ഏറ്റവും വലിയൊരു ചാലഞ്ച് അതാണ് അല്ലേ. ഇവരെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡയറക്ടർമാരെക്കാളും ആർട്ടിസ്റ്റിനേക്കാളും വിവരമുള്ള ആൾക്കാരാണ് പ്രേക്ഷകർ. എന്ത് കുറ്റമുണ്ടെങ്കിലും ആദ്യം ഒരു പ്രേക്ഷകർ കണ്ടുപിടിക്കുന്നുള്ള ഒരു കോൺഷ്യസ് ആയിട്ട് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് അതിൻ്റെതായ ടൈം വേണ്ടി വരുന്നുണ്ട്. അതൊക്കെ പല കാരണങ്ങളാണ്. ഈ ആടുജീവിതവും മഞ്ഞുമലും ഒക്കെ ട്രൂ സ്റ്റോറി അവസാനം കാണിക്കുമല്ലോ. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് എന്നോട് ചോദിച്ചു, ഇത് ട്രൂ സ്റ്റോറി ആയിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇതാണ് ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി, ഇത് പാരലൽ ഹിസ്റ്ററി. അതെ, ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി. ഇതിനകത്ത് സംഭവം എന്താ വെച്ചാൽ പലരും എന്നെ വിളിച്ചു ചോദിച്ചു. അപ്പം നേരത്തെ ഇവിടെ ചോദിച്ചില്ല, ആ ചോദ്യത്തിൻ്റെ ഒരു സംഭവം വെച്ചാൽ കഥ പറയുമ്പോഴും എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. സത്യം പറയേണ്ടത് നിങ്ങൾ വന്നിട്ട് പറയുമ്പോഴും എന്നെ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ ആദ്യം തമാശയിട്ടുണ്ട്, കാരണം നമുക്കിത് പരിചയമില്ലാത്ത കാര്യമുള്ളൂ അഭിനയിക്കൽ. അങ്ങനെ ഞാൻ അഭിനയിക്കാനായിട്ട് വന്ന് പിന്നെ ആൻറ്റോ വിളിച്ചു, ഇവരൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അഭിനയിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് ഒരുപാട് ആശങ്കയോടുകൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിനൊരു ആഡ് ചെയ്തിട്ട് പറയുകയാണ്. കാരണം പുതിയ ജനറേഷൻ്റെ സിനിമയിലാണ് ഇവർ തുടങ്ങുന്നത്, ലേറ്റായിട്ടായിരിക്കും തുടങ്ങുക. എന്നോട് 9 മണിക്ക് എത്തണമെന്ന് ഷിബു വിളിച്ച് പറഞ്ഞു. ഞാൻ കറക്റ്റ് 9 മണിക്ക് എത്തി അവിടെ. പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങി. ഇവർ എൻ്റെതല്ല, വേറെ സീൻ എടുക്കാനുണ്ടായിരുന്നു, ഇവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ഭുതം, അപ്പോൾ തന്നെ എനിക്ക് അത്ഭുതമായി, ഇവർ കറക്റ്റായിട്ട് ഷൂട്ടിംഗ് തുടങ്ങിയല്ലോ. അപ്പോൾ നമ്മൾ കേട്ട കഥകളൊക്കെ വെറുതെയാണ്, ഇവരൊക്കെ കറക്റ്റായിട്ട് സമയത്തിന് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ആശങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ ഡയറക്ടർ കുറേ പടം ചെയ്തിട്ടുള്ളതാണല്ലോ, അപ്പോൾ എന്നെ വെച്ച് അഭിനയിപ്പിക്കാൻ വേണ്ടി ഒരു ക്യാമറ നിൽക്കുമ്പോൾ എന്തായിരിക്കും ഇവരുടെ ഒരു ഇതെനിക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു, ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും നമ്മളിവർ ഡീൽ ചെയ്യാന്നുള്ളത്. പക്ഷെ ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങനെ സീനൊക്കെ പറഞ്ഞു തന്നു, ഡയലോഗ്സ് എല്ലാം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് ഷോട്ട് പറഞ്ഞു തരികയും, ഞാൻ ഇത്രയും പടം ഡയറക്റ്റ് ചെയ്ത ഒരാളാണ്, സാധാരണ നിലക്ക് അല്ലേ ജൂനിയർ എന്നുള്ള രീതിയിൽ ഒരു ഇതുണ്ടായിരുന്നില്ല. ഇവർ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആ കോൺഫിഡൻസ് ആണ് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത്. ഡയറക്ടർക്കും അതെ, അതിൻ്റെ തിരക്കഥാകൃത്ത് ഇവരൊക്കെ ഉണ്ടായിരുന്നു, ക്യാമറാമാനും ബാക്കി ക്രൂ ഈവൺ അസിസ്റ്റൻസും എല്ലാവരും വളരെ കോൺഫിഡൻ്റ് ആയിട്ട്. അപ്പോഴാണ് ശരിക്കും ആണെങ്കിൽ എനിക്ക് ഇതിൽ ഭയങ്കര പ്രതീക്ഷ തോന്നിയ സിനിമയിൽ ശരിക്കും അഭിനയിക്കാൻ ക്യാമറ മുമ്പിൽ വരണം. അതിന്റെ കോൺഫിഡൻസ് ആയിരുന്നില്ല. ജോഫിന്റെ ആദ്യത്തെ പടത്തിലും നമുക്ക് 22-ലല്ലേ പ്രീസ്റ്റ് വരുന്നത്, നമ്മുടെ 21 പ്രീസ്റ്റ് വരുമ്പം 21 ഭയങ്കര ആധുനിക കാലമാണെങ്കിലും തൊപ്പി, താടി, വടി, പെട്ടി, പട്ടിക്കുള്ളൊരു മാന്ത്രികനെ പോലുള്ള മമ്മൂക്ക, അതിന്റെ കൂട്ടത്തിൽ സാനിയ അയ്യപ്പന്റെ ക്യാരക്ടറിനെ മമ്മൂക്കയ്ക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, വേറെ ആർക്കും കാണാൻ പറ്റൂല. ഒരു കൊച്ചിന്റെ മേത്തുനിന്ന് മഞ്ജു വാര്യർ തിരിച്ച് പുറത്തേക്ക് ആടിയിട്ട് നേരെ നിന്ന് ഡയലോഗ് പറയുന്നു. ഇതെല്ലാം നമുക്ക് ആദ്യം പറയുമ്പം ഇവൻ പറയുമ്പോൾ ഇതെങ്ങനെയാടാ ഇതൊക്കെ ഈ കാലത്ത് നടക്കുമോ നമുക്കൊരു സംശയം തോന്നും. പക്ഷെ അത് കഴിഞ്ഞിട്ട് റെഡിയാക്കി എടുക്കുന്നു. അല്ല, ജോഫിനോടും രാമുവിനോടും ജോണിനോടും ഒരു പ്രത്യേക കടപ്പാട് എനിക്കുണ്ട്. കാരണം സിനിമയിൽ ഹരിഹർ നഗറിലെ അപ്പുക്കുട്ടനൊക്കെ ഏറ്റവും വലിയ മണ്ടത്തരം പറയുന്ന കഥാപാത്രങ്ങൾ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഞാനാണ്. ഇതിൽ അല്പ സെൻസുള്ള ബുദ്ധിയുള്ള ഒരു ട്വിസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കൂടെ, വലിയ ബുദ്ധിയൊന്നും അല്ലെങ്കിലും ഒരു ചിന്ത, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചൂടെ വിവേക് എന്ന് ചോദിക്കുന്ന തരത്തിൽ അല്പ ബുദ്ധിയുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരാളായിട്ട് ജഗദീഷിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അല്ല, ആ ക്യാരക്ടറാണ് വേറെ ഒരാൾക്കും ഈ സിനിമയെ കൊടുക്കാനും പറ്റത്തില്ല. കാരണം ജഗദീഷ് ഏട്ടൻ എഴുതിയ ആ പരിപാടിയിലായി പോയി. പിന്നെ അത് മാത്രമല്ല, പഴയ അപ്പുകുട്ടനല്ലല്ലോ ഇപ്പൊ ജഗദീഷ്. ജഗദീഷ് വളരെ സീരിയസ് ആയിട്ട് റോളുകൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് കാരണം ഇപ്പോഴത്തെ കാലത്ത് ഇത് സംഭവിക്കുന്നത്, ഷോട്ട് കഴിയുമ്പോൾ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ എല്ലാവരും വന്നിരുന്നിട്ട് ഇത് കാണുകയും ഇത് ഓരോരുത്തർക്കും ഒന്നുകൂടെ നന്നാക്കാമെന്ന് തോന്നുകയും, ചായ കൊണ്ടുപോകുന്ന പയ്യനും വേണം ഒരു അഭിപ്രായം, വേണം ഒന്നുകൂടെ എടുത്തോ സാറേ എന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം എല്ലാവർക്കും അഭിപ്രായമുണ്ട്. നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് പിന്നീട് ഇത് കറക്റ്റാണോ, ഇതിനകത്തൊരു ക്ലിയർ വന്നോ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ആരെങ്കിലും തലയോ കയ്യോ ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് അറിയുന്നത് ഇത് ലാബിൽ പോയി നെഗറ്റീവ് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ പോസിറ്റീവ് എടുത്ത് നമ്മൾ റഷസ് കാണുന്ന സമയത്ത് അപ്പോഴത്തേക്ക് 1 മാസമൊക്കെ കഴിഞ്ഞിരിക്കും. ആ സമയത്താണ് നമ്മൾ അറിയുന്നത് എന്തെങ്കിലും കറക്ഷനോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് പറ്റിയെന്ന്. അതിന് പക്ഷേ റീടേക്കിനൊന്നും സാധ്യതയില്ല. എന്തെങ്കിലുമൊക്കെ വിധത്തിൽ അത് മാനേജ് ചെയ്ത് പോവുകയേ ചെയ്യാറുള്ളൂ. അത് മേജർ മിസ്റ്റേക്ക് വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് ആർട്ടിസ്റ്റുകൾ സഹകരിക്കാറുണ്ട്. എന്തെങ്കിലും രീതിയിൽ ക്യാമറ ടെക്നിക്കലായിട്ട് ഇതാണ്. സിവി പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ എൻ്റെ ഇടയിൽ കൂട്ടിച്ചേർക്കണം. ഇപ്പോൾ ക്യാമറാമാൻ ടേക്ക് സമയത്ത് ക്യാമറയിൽ കൂടി കാണുന്നു, വ്യൂ ഫാൻറ്ററി കൂടി കാണുന്നു, ഡയറക്ടർ അതിൻ്റെ സൈഡിൽ നിൽക്കുന്നു. പക്ഷേ ഡയറക്ടർ ഫ്രെയിം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ടർ മിക്കവാറും ആ ഫ്രെയിം മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. ഇപ്പോൾ അപ്പുറത്ത് ലൈറ്റ് ഉണ്ടാവും, ആൾക്കാരുണ്ടാവും നിൽക്കുന്നുണ്ടെങ്കിലും. പക്ഷെ നമ്മളിപ്പോൾ ഒരാളുടെ ആർട്ടിസ്റ്റ് ക്ലോസപ്പാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസപ്പിൽ നമ്മളത് മനസ്സിൽ അല്ലേ, ഈ ക്ലോസപ്പിലാണ് ഇപ്പോൾ മോഹൻലാൽ അഭിനയിക്കുന്നത് എന്ന് വിശ്വസിച്ചിട്ട് ഞാൻ മോഹൻലാലിൻ്റെ ഫേസിലേക്ക് ആയിരിക്കും സിബി അങ്ങനെ ഫേസിലേക്ക് നോക്കുക. അപ്പോൾ നമുക്ക് മൈന്യൂട്ട് റിയാക്ഷൻ പോലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ തന്നെ പറയും റീടേക്ക് വേണം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ
ഇപ്പോഴെല്ലാവരും മൈക്കിലൂടെയാണ് കമാൻഡ് കൊടുക്കുന്നത്. ഷാർട്ടും കട്ടും ആക്ഷനും കറക്ഷൻസും ആർട്ടിസ്റ്റുകൾക്കുള്ള റെഫറൻസ് നൽകുന്ന അല്ലെങ്കിൽ അവരുടെ മിസ്റ്റേക്സൊക്കെ ഇപ്പോഴത്തെ കാലത്ത് മൈക്കിലൂടെ പറയുന്നുണ്ട്. ഒരു ക്രൗഡിന് നടക്കുന്ന ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ആക്ടറോട് അങ്ങനെ പറയുന്നത് ഒരു ഇൻസൾട്ടാണ്. കാരണം ഇത്ര ആൾക്കാർ ബഹുമാനിക്കുന്ന ഒരു ആക്ടറായിരിക്കും അഭിനയിക്കുന്നത്. ഞങ്ങളൊക്കെ ചെയ്യാറുള്ളത് നേരിട്ട് അടുത്ത് ചെന്നിട്ട് അവരും നമ്മളും മാത്രം കേൾക്കുന്ന രീതിയിൽ ഇപ്പോഴും പറയാറുള്ളൂ. അവർ ചെയ്തതിൽ കറക്ഷൻ എന്നുള്ളത് മറ്റുള്ളവർ കേൾക്കാൻ പാടില്ല. എന്താണ് അയാൾക്കൊരു കുഴപ്പമുണ്ട്, അയാൾ ചെയ്തത് ശരിയായില്ല എന്നുള്ളത് പബ്ലിക് അറിയാൻ പാടില്ല എന്നുള്ള നിർബന്ധം നമുക്കൊക്കെ ഇപ്പോഴും ഉണ്ട്. അതുപോലെ ഒരുപാട് എന്താണ് നമ്മൾ ഒരുപാട് വിശ്വസിക്കുകയാണ്, ക്യാമറാമാനെ വിശ്വസിക്കുകയാണ്. ക്യാമറാമാൻ ഫോക്കസ് ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗ്ലെയർ ഇല്ല എല്ലാം ഓക്കെ എന്ന് പറയുന്നത് പരസ്പരം ഒരു വിശ്വാസമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് നമ്മൾ ഒരു സെറ്റിലാണ് ഷൂട്ട് ചെയ്തതെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഷൂട്ടിങ് കഴിഞ്ഞത് ഈ മിസ്റ്റേക്ക് തിരിച്ചറിയുമ്പോഴത്തേക്കും സെറ്റ് പൊളിച്ചിട്ടുണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് ആ പർട്ടിക്കുലർ ഷോട്ട് മാറ്റിയെടുക്കേണ്ട നിർബന്ധമുള്ള അവസ്ഥയാണെങ്കിൽ അതിൻ്റെ വീണ്ടും ഒരു ചെറിയ അതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് ഉണ്ടാക്കിയിട്ടൊക്കെ എടുക്കുന്നത്. ഇന്ന് CG ഒന്നും ഇല്ലല്ലോ. ഇന്നാണെങ്കിൽ അത് എളുപ്പമാണ്, ബാക്ക്ഗ്രൗണ്ട് CGയിൽ കൊണ്ടുവന്നിട്ട് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. പക്ഷേ ഇത് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഇതിലേക്ക് എത്തുന്നതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇപ്പം ഇങ്ങനെ ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ ആ പ്രായത്തെ CGയിലൂടെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ സിനിമ ചെയ്യാൻ പറ്റിയതുകൊണ്ടാണല്ലോ. മുമ്പാണെങ്കിൽ പറ്റില്ലല്ലോ ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഈ ചർച്ച ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഡയറക്ടർ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, നടൻ ഇവരൊക്കെ തമ്മിലുള്ള ഒരു പരസ്പര വിശ്വാസം, അത് നൽകുന്ന ആത്മധൈര്യം കൊണ്ടാണ് നിങ്ങൾ ചോദിച്ച പല ചോദ്യങ്ങളുടെ ഉത്തരം ഓടിച്ചെന്ന് നിൽക്കുന്ന സ്ഥലം ഈ ഒരു വിശ്വാസത്തിലും ആത്മധൈര്യത്തിലും ആണ്. രേഖാചിത്രം എന്ന് പറയുന്ന ഒരു ചിത്രം ജോഫിൻ ആദ്യം പറഞ്ഞ കഥയിൽ നിന്നും ഇന്ന് നമ്മൾ തിയേറ്ററിൽ കാണുന്ന ഒരു സിനിമ എത്തുന്നതിലേക്ക് പുതിയ കാലത്തെ ഒരു സംവിധായകൻ, നമ്മുടെ ജോഫിനൊക്കെ ഉൾപ്പെടുന്ന ഒരു സംവിധായകൻ അത്തരത്തിലൊരു കഥയുമായിട്ട് വരുമ്പോൾ പ്രേക്ഷകരോടൊപ്പം തന്നെ ഈ നമ്മൾ ലെജൻസ് എന്നാണ് ഈ ഒരു പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത്. ഇവരെല്ലാം അന്നൊക്കെ പരസ്പരം കാണിച്ചിരുന്നത് പോലെയോ അതിനപ്പുറമോ ഉള്ളൊരു വലിയ വിശ്വാസം ഈ തിരക്കഥയോടും ഈ സിനിമയോടും കാണിച്ചതുകൊണ്ടാണ് ഈ സിനിമ ഇത്തരത്തിൽ സാധ്യമായത്. അതിന് ഇവിടെ എത്തിയിരിക്കുന്ന അല്ലേ ഇവരോടും പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവരെല്ലാവരും സമ്മതിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ ഇപ്പോൾ സാധ്യമായത്. അതിനൊരുപാട് വീണ്ടും വീണ്ടും ഞാൻ നന്ദി പറയുന്നു. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ സിനിമയുടെ ആദ്യ പ്രീ പ്രൊഡക്ഷൻ തൊട്ട് ഇന്ന് വരെ എൻ്റെ ഒപ്പം ഓടുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അതിപ്പോൾ വേണു സാറിൻ്റെ ഒപ്പമുള്ള കാവ്യ ഫിലിംസിൻ്റെ ഗോപേട്ടൻ ഉൾപ്പെടെ, അഖിൽ ഉൾപ്പെടെ, ഷിബുചേട്ടൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ, അവർ ആദ്യ ദിവസങ്ങൾ മുതൽ ഇന്ന് വരെ എൻ്റെ ഒപ്പം എല്ലാ ദിവസവും ഫോണിലും പരിപാടിയൊക്കെ ആയിട്ട് അവർ ഫുൾ ടൈം ഈ സിനിമയുടെ ഒപ്പമാണ്. അവരോട് ഞാൻ പല സമയങ്ങളിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ആ നന്ദി ഞാനിപ്പോൾ പറയുകയാണ്. ഒരുപാട് നന്ദിയുണ്ട്. ഈ സിനിമ ഇപ്പോൾ 11ാമത്തെ ദിവസമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും മുന്നോട്ട് പോകുന്നുള്ള പ്രതീക്ഷയിലാണ്.